ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സും ഇപ്പോൾ ഇഷ്ടം പോലെ ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നുണ്ട്. അതായത് നിങ്ങളൊരു മാസത്തിൽ, അതായത് ഒരു ബില്ലിംഗ് സൈക്കിളിൽ 1 lakh അബോവ് കണ്ടിന്യൂസ് ആയിട്ട് 2-3 മാസം ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നുണ്ട്. അപ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. ഹൈ എമൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ മാസത്തിൽ ശരിക്കും പ്രത്യേകിച്ച് എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ മാസത്തിൽ വരുന്ന ഇൻകവും അതുപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ട്രാൻസാക്ഷൻ്റെ സ്റ്റേറ്റ്മെന്റും കൂടിയിട്ട് മാച്ച് ആവാണ്ട് വരുമ്പോഴാണ് ഇതുപോലെ ഇഷ്യൂസ് വരിക മിക്കതും. കുറേ പേർക്ക് ഇപ്പോൾ റീസെന്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സൂക്ഷിക്കാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ഇൻകം മാസം 50,000 രൂപയാണ്. നിങ്ങൾക്ക് എല്ലാ മാസവും ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 1,20,000 രൂപയോ 1 ലക്ഷം പ്ലസ് ഒക്കെ നിങ്ങൾ ബില്ലടക്കണം ചോദിക്കുക. ചിലപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു 2-3 മാസം അടുപ്പിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സ് നോട്ടീസ് വരും കേട്ടോ. അപ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. പിന്നെ നമുക്ക് എക്സ്ട്രാ ടാക്സും സംഭവം ഒക്കെ വരും. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിക്കുമ്പോൾ ബിസിനസ് യൂസിനൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണൽ യൂസിന് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മളെല്ലാ സാധനവും ഇതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ ബിസിനസ് യൂസും പേഴ്സണൽ യൂസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്മുടെ ട്രാൻസാക്ഷൻ സംഭവമൊക്കെ കൂടുമല്ലോ. എന്ന് വെച്ചാൽ ഇതെല്ലാം റിപ്പോർട്ട് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് 50,000 അബോവ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും സൂക്ഷിക്കാൻ മറക്കണ്ട. മൾട്ടിപ്പിൾ ഹൈ എമൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നതും ഇത് ആക്ച്വലി ഇൻകം ടാക്സിലേക്ക് റിപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയുക, നിങ്ങളിപ്പോൾ ഇപ്പോൾ ഷോപ്പിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഭയങ്കര എമൗണ്ട് ആയിട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് POS ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ ആമസോൺ ത്രൂ ഒക്കെ ചെയ്യുമ്പോൾ വലിയ ഇഷ്യൂ ഇല്ല. എന്നാലും കുറേ ഒരു മാസത്തിൽ തന്നെ കുറേ ഹൈ ട്രാൻസാക്ഷൻ വരുമ്പോൾ അത് റിപ്പോർട്ട് ആവട്ടാ. മേജറായിട്ട് ഇഷ്യൂ ആവുന്നത് ഈ POS ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ സ്വൈപ്പിംഗ് ത്രൂ, അത് ത്രൂവും അതുപോലെ തന്നെ UPI ത്രൂവും നമ്മൾ സ്കാൻ ആൻഡ് പേ ചെയ്യുമ്പോഴും ഹൈ എമൗണ്ട് ട്രാൻസാക്ഷൻ മൾട്ടിപ്പിൾ എൻട്രീസ് ഒരു സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോഴാണ് ഇത് ആക്ച്വലി റിപ്പോർട്ട് കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ അപ്പോഴാണ് ആക്ച്വലി ഇപ്പോൾ ഇൻകം വിത്ത് നമ്മുടെ എക്സ്പെൻസ് ഒരു മാച്ചിങ് വരാണ്ടാവുമ്പോഴാണ് പിന്നെ പണി വരിക. അപ്പോഴാണ് നമുക്ക് ഇൻകം ടാക്സ് നോട്ടീസ്. ഇപ്പോൾ കുറേ പേർക്ക് എനിക്ക് എത്ര കമൻസ് വരുന്ന അറിയോ. കമൻസ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ അവരെ എന്താ പറയുക അവരെ വന്നേക്കുന്ന മെസ്സേജും സംഭവമൊക്കെ കാണിച്ചിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യണം. ഞാൻ അത് കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ അത് അവരുടെ പേഴ്സണൽ സാധനമാണ്. അപ്പോൾ ഞാൻ അത് വേറെ ആൾക്കാരുടെ മെസ്സേജും സംഭവം ഞാൻ കാണിക്കാറില്ല. എന്നാണ് നമ്മുടെ വീട്ടിലൊന്നും കാണിക്കില്ല. കുറേ പേര് അങ്ങനെ കാണിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇപ്പോൾ ബാക്കി ആൾക്കാരെങ്കിലും മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കൺട്രോളൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാട്ടോ. പ്രത്യേകിച്ച് UPI വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് യൂസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബിസിനസ് യൂസും പേഴ്സണൽ യൂസും മാറ്റി എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പണി വരും. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഒപ്പം ശരിക്കും ആക്ച്വലി ഇതിൻ്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ആനുവലി 10 ലക്ഷത്തിൻ്റെ അബോവ് ആണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴാണ് ഇഷ്യൂ എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് യൂസേജ് ഭയങ്കര കൂടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു റിപ്പോർട്ട് സംഭവം ഞാൻ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കിട്ടുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് പ്രത്യേകിച്ച് UPI വന്നതിന് ശേഷം വന്നേക്കുന്നത്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മുടെ 3ാമത്തെ ചാനൽ GH പോലെ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിലും നമ്മൾ അവൈലബിൾ ആണ്. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത കാണാം.